ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. കത്ലാമ എന്ന് പറയും. അപ്പോൾ നമ്മളിത് പൂരി പോലെ ആട്ടയും മൈദയൊക്കെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ മുട്ടയും കടലപ്പൊടിയും അതുപോലെ എള്ള്, കറുത്ത എള്ളും കുറച്ച് ചെറുപയറും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് പൂരിയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ട എടുക്കാം. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ബട്ടറോ ഗീയോ യൂസ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് 4ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ പൂരിക്ക് കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളം കൂടിയിട്ട് ലൂസാകാൻ പാടില്ല, നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. കാരണം നമ്മൾ ഈ പൂരിയുടെ മുകളിലൊരു പേസ്റ്റ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ ആ പേസ്റ്റും കൂടി പുരട്ടുന്ന സമയത്ത് പിന്നെ ഒന്നുകൂടി ലൂസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ഞാനിതിവിടെ നല്ല ടൈറ്റായിട്ട് എന്നാൽ നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം ഒരു മുട്ട ചേർക്കാം. ഈ മുട്ടയിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ്. ഈ ചെറുപയർ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ്. അതായത് കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് വരണം. സോക്ക് ചെയ്യാത്ത ചെറുപയർ എടുക്കരുത്. അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്ത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിങ്ങനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചെറുപയറാണ് ഞാൻ എടുത്തിരുന്നത്. ചെറുപയർ മുഴുവൻ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം, അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം കൂടിപ്പോകരുത്. നല്ല ടൈറ്റായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കണം നമുക്കിവിടെ കിട്ടേണ്ടത്. ഈ ഒരു പാകത്തിലായിരിക്കണം ഈ മിക്സ് ഇരിക്കുന്നത്. നല്ല ടൈറ്റായിട്ടിരിക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു പൂരിക്ക് എടുക്കുന്ന അത്രയും വലിപ്പത്തിലുള്ളൊരു മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടി നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ സാധാരണ പൂരി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുക. പൂരിയുടെ വലിപ്പത്തിൽ മാത്രം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതായിട്ടൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പൂരിയുടെ അത്രയും വലിപ്പത്തിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. ചപ്പാത്തിയുടെ വലിപ്പത്തിലൊക്കെ ഈ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് കാണാറുണ്ട്. അധികം നേരിയതല്ലാതെ നമ്മൾ സാധാരണ പൂരി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഒരു 1-2 ടേബിൾ സ്പൂൺ വരെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഒരു കത്തി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഈ പൂരി നമ്മൾ പരത്തി അതേ കനത്തിൽ തന്നെ ഈ പേസ്റ്റും വെച്ച് കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തും ഒരുപോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇതുപോലെ എല്ലാ ബ്രെഡും പരത്തി എടുത്തിട്ടുണ്ട്. 8 ബ്രെഡാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. ഫ്രൈ ചെയ്യാനുള്ള പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തി വെച്ച കത്ലാമ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറി ഉൾവശം വേവാതെയായി പോവും. അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. നമ്മൾ പൂരി പൊരിക്കുന്നത് പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നന്നായിട്ട് ഫ്രൈ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ വശവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൽ ചെറുപയറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയിക്കോളും. അത്ര അധികം സമയമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് റെഡിയാവും. ഇതിപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണ മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഒരു കത്ലാമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കത്ലാമ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിത് രാത്രി ഡിന്നറിന് ഉണ്ടാക്കാനാണ് നല്ലത്, നല്ല ടേസ്റ്റാണ്. അതുപോലെ നമുക്ക് പാർട്ടികളിലൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ബ്രെഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഈ ബ്രെഡ് ചൂടോടുകൂടി രാത്രി കഴിക്കുകയാണെങ്കിൽ നമുക്കിതിന് കറിയൊന്നും ആവശ്യമില്ല. കറി ഉണ്ടായാലും ഒന്നുകൂടി നല്ലതാണ്, പക്ഷേ കറി ഇല്ലാതെ തന്നെ നമുക്കിത് ചൂടോടുകൂടി നല്ല രുചിയായിട്ട് കഴിക്കാം. അതുപോലെ നിങ്ങൾക്ക് തക്കാരം, അതായത് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു അടിപൊളി ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്